എൻ്റെ പേര് ലിജോ പോൾ, മോട്ടിവേഷൻ എഴുത്തുകാരനാണ്. ഇന്നത്തെ വിഷയം അഭിരുചി കണ്ടെത്തുക എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓരോരുത്തർക്കും പല കാര്യങ്ങളിലും വളരെയേറെ താല്പര്യമുണ്ടാകും. നമ്മുടെ മുന്നോട്ടുള്ള ഓരോ യാത്രയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണമെന്നില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് നമ്മൾക്ക് പലപ്പോഴും കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടാവാം നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ ഇഷ്ടമേഖലയിലേക്ക് നമ്മൾക്ക് കടന്നു പോകാൻ സാധിക്കാത്തത്. നമ്മുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളിൽ നിന്നുമാണ് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുക, നമ്മുടെ അഭിരുചികൾ കണ്ടെത്താനായിട്ട് സാധിക്കുക. മറ്റുള്ളവരെ പോലെ ആകാൻ നമ്മളിൽ പലരും ശ്രമിച്ചാൽ അതൊരിക്കലും ശരിയാവണമെന്നില്ല. നമ്മൾക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാവണം, നമ്മുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിലൊരു സംതൃപ്തി കണ്ടെത്തണമെങ്കിൽ നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടത്തോടെ ആവണമെന്നുണ്ട്. നമ്മുടെ അഭിരുചികൾ കണ്ടെത്താൻ നമ്മൾ തന്നെ ശ്രമിക്കുക. ഒരുപക്ഷേ ഒത്തിരി നാളുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നമ്മൾക്ക് നമ്മുടെ യഥാർത്ഥ അഭിരുചി എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത മേഖലകളിൽ നമ്മൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഒരുപക്ഷേ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തി അതിനെ നേർവഴിക്ക് നടത്തി നേട്ടങ്ങൾ കൊയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ പരിമിതികളിൽ നമുക്ക് ഇഷ്ടങ്ങൾ പൂർത്തിയാക്കാൻ എളുപ്പം സാധിച്ചെന്ന് വരില്ല. ഇന്നിപ്പോൾ ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അവരുടെ യഥാർത്ഥ അഭിരുചിക്കനുസരിച്ച് അവർക്ക് മുന്നോട്ടുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എന്നതാണ്. ഡോക്ടറാവാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഡോക്ടറായി കഴിഞ്ഞാൽ ഒരിക്കലും തൻ്റെ സേവനത്തിൽ തൃപ്തി വരാൻ സാധ്യത വളരെയേറെ കുറവാണ്. ഒത്തിരിയേറെ വരുമാനം കിട്ടുമെന്ന് കൊണ്ട് മാത്രം ഒരാൾക്ക് തൃപ്തിപ്പെടാൻ കഴിയണമെന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ വരുമാനത്തെക്കാളേറെ ഒരുപക്ഷേ നമുക്ക് സന്തോഷം, സംതൃപ്തി നൽകുക നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. പലരും വരുമാനം വേണ്ടെന്ന് വെച്ചിട്ട് പോലും പല കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ്. സ്വന്തം ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾക്കും നമ്മുടെ ഇഷ്ടങ്ങളെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയണമെന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടമേഖലകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരാളുടെ നിർബന്ധത്തിലോ മറ്റൊരാളുടെ വിജയം കണ്ടോ നമ്മൾ ഇഷ്ടമേഖലകളെ ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഇഷ്ടമേഖലകൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ അതോർത്ത് വിഷമിക്കാതെ പറ്റുന്ന രീതിയിൽ അതിനുവേണ്ടി ശ്രമിക്കുക. നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നും പരിശ്രമം ആവശ്യമാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾക്ക് സംതൃപ്തി കണ്ടെത്താനാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിലൂടെ നേട്ടങ്ങൾ നേടാൻ സാധിക്കുമോ അതോ ദോഷങ്ങളാണോ ഉണ്ടാവുക എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്.
നമ്മുടെ ജീവിതത്തിൻ്റെ വില വളരെ വലുതാണെന്ന് തിരിച്ചറിവുണ്ടാവണം. നമ്മുടെ സമയത്തിൻ്റെ വില വളരെ വലുതാണെന്ന് തിരിച്ചറിവുണ്ടാവണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിയാൽ തിരുത്താൻ തയ്യാറാവണം. നമ്മുടെ ശരിയായ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തീരുമാനങ്ങളെ പുനഃപരിശോധിക്കേണ്ടി വരും പല സാഹചര്യങ്ങളിലും. നമ്മുടെ മാത്രം ഇഷ്ടം നോക്കിയാൽ എല്ലായിടത്തും മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ താല്പര്യം ഉണ്ടാവണമെന്നുമില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മാത്രമാണ്. മറ്റൊരാൾക്ക് മുമ്പിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയണമെന്നില്ലല്ലോ. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾക്ക് മാത്രമാണ് ഉള്ളത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിനായി കഷ്ടപ്പെടേണ്ടി വരും. മറ്റുള്ളവർക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനൊന്നും ഒരുപക്ഷെ താല്പര്യം ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെടാതെ ചെയ്യുന്നതും തമ്മിലുള്ള ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മൾ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഫലങ്ങൾക്കും ഒത്തിരിയേറെ ഗുണങ്ങളുണ്ടാവും. നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മാനസിക ശാരീരിക അവസ്ഥകൾക്ക് ഒരുപക്ഷെ ദോഷങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ തൃപ്തിയോടെ മുന്നോട്ട് പോകാനാണല്ലോ പല കാര്യങ്ങളിലും ആഗ്രഹിക്കുക. നമ്മുടെ അഭിരുചികൾ എത്ര നേരത്തെ കണ്ടെത്തി അതിനുവേണ്ടി ശ്രമിക്കാൻ സാധിക്കുന്നുവോ അപ്പോഴൊക്കെയാണ് വിജയ സാധ്യത കൂടുക. നമ്മുടെ അഭിരുചികൾ കണ്ടെത്താൻ വൈകിയാൽ നമ്മൾക്ക് കിട്ടേണ്ട വളർച്ചകൾ പലതും തടസ്സങ്ങൾ നേരിട്ടേക്കാം. നമ്മൾ വളരേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഇഷ്ടമേഖലകൾ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. ഒരു പ്രായമാകുമ്പോഴാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ഇഷ്ടമേഖല ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുക. ചിലപ്പോഴൊക്കെ ഓരോ നിമിഷവും നമ്മുടെ ഇഷ്ടമേഖലകൾ മാറി മറിഞ്ഞേക്കാം. ഒരു കാലത്ത് പാട്ടിന് ഇഷ്ടം തോന്നി പാട്ടിന് പിന്നാലെ പോയി. ഒരു കാലത്ത് ഡാൻസിന് ഇഷ്ടം തോന്നി ഡാൻസിൻ്റെ പിന്നാലെ പോയി. എല്ലാവർക്കും അവരവരുടേതായ താല്പര്യങ്ങൾ ഓരോ സമയത്താണ് കടന്നു വരിക. നമ്മൾക്ക് സാധിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാനായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യാതെ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതാവരുതെന്നത് നമ്മളെടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കുമെന്നത് തിരിച്ചറിയണം. നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കണം. ഓരോ ദിവസവും നമ്മൾക്ക് മുമ്പിൽ നിരവധി അവസരങ്ങൾ തരുന്നുണ്ട്. നമ്മൾ ആ അവസരങ്ങളെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണം എന്നതിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോകും. മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിന് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ സാധിക്കാത്തതിൽ വിഷമിക്കേണ്ടി വരും. നമ്മുടെ തീരുമാനങ്ങൾ എല്ലാം ശരിയാണെന്ന് പരിശോധിച്ചുറപ്പാക്കുക. നമ്മുടെ ഇഷ്ടങ്ങളുമായി നമ്മൾക്ക് മുന്നേറാൻ സാധിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ വഴി നേട്ടങ്ങൾ നേടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലെന്ന് ഉറപ്പാക്കണം. നമ്മുടെ അഭിരുചികൾ കണ്ടെത്തി ജീവിതത്തിൽ ഉയർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ, മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ, വിജയം കണ്ടെത്താൻ, സന്തോഷിക്കാൻ, സംതൃപ്തി കണ്ടെത്താൻ നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള അഭിരുചികൾ കണ്ടെത്താൻ സാധിക്കട്ടെ.
ഇഷ്ടമുള്ള അഭിരുചികളിലൂടെ വളർന്നു പറയാൻ, വലുതാവാൻ, വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. സന്തോഷം നിറഞ്ഞ ജീവിതം, സംതൃപ്തമായ ജീവിതം നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള അഭിരുചി തിരഞ്ഞെടുക്കുന്നതിലൂടെ സാധ്യമാകട്ടെ.